കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പും ലഹരിവേട്ടകളും കൊണ്ട് വാർത്താമയമായിരുന്നു പോയ വാരം. വാർത്തകളുടെ വിശേഷങ്ങളുമായി ന്യൂസ് റൗണ്ടപ്പിലേക്ക് വീണ്ടും സ്വാഗതം. ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം ഏതു ഭാഗം ചേർന്നു നിൽക്കുമെന്നതിനെക്കുറിച്ച് ആകാംക്ഷ നിറഞ്ഞ വാരമായിരുന്നു കഴിഞ്ഞുപോയത്. വോട്ടെണ്ണയപ്പോൾ ഉദുമ വീണ്ടും ത്രിവർണമാകുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഉദുമ നിയോജക മണ്ഡലത്തിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഷാനവാസ് പാദൂർ വിജയിച്ചു. 1886 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. 14,986 വോട്ട് ഷാനവാസിന് ലഭിച്ചു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മൊയ്തീൻ കുഞ്ഞി കടനാട് 13,100 വോട്ട് നേടി. എൻ ബാബുരാജിന് 4,107 വോട്ട് ലഭിച്ചു. 72 പോളിംഗ് സ്റ്റേഷനുകളിലായി 51,935 വോട്ടർമാരിൽ 32,193 വോട്ട് രേഖപ്പെടുത്തിയത്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന വോട്ടെണ്ണലിന് വരണാധികാരിയായ ജില്ലാ കളക്ടർ ഇ ദേവദാസൻ നേതൃത്വം നൽകി. ADM കെ അംബുജാക്ഷൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി EP രാജ്മോഹൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ P മുഹമ്മദ് നിസാർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ A ദേവയാനി എന്നിവരും സ്ഥാനാർത്ഥികളും ഏജന്റുമാരും സംബന്ധിച്ചു. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിച്ചു. 9:45 പൂർത്തിയായി. 5 ടേബിളുകളിലായി 15 റൗണ്ടായാണ് വോട്ടെണ്ണിയത്. ഉദുമ ഗ്രാമപഞ്ചായത്തും ചെമ്മനാട്, പള്ളിക്കര ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളും ഉൾപ്പെട്ടതാണ് ജില്ലാ പഞ്ചായത്ത് ഉദുമ നിയോജക മണ്ഡലം. ഇതോടെ ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ UDFന് സാധിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 6,500ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു പാദൂർ കുഞ്ഞാമു ഹാജി വിജയിച്ചത്. ഇത്തവണ ഭൂരിപക്ഷം 3-1 കുറഞ്ഞു. BJPക്ക് 2,000ഓളം വോട്ടുകൾ കുറഞ്ഞു. LDF സ്ഥാനാർത്ഥി മൊയ്തീൻ കുഞ്ഞി കടനാടിന് 1,000-ലധികം വോട്ടുകൾ അധികമായി നേടാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ജില്ലാ പഞ്ചായത്ത് ആര് ഭരിക്കണമെന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും അങ്ങാടി വർത്തമാനവും ഉണ്ടാവില്ല. ജാഗ്രത എത്ര ശക്തമാക്കിയാലും നമ്മുടെ കള്ളക്കടത്തുകാർക്ക് അതൊരു പ്രശ്നമേയല്ല. മറ്റെങ്ങുമില്ലാത്ത വിധം കഞ്ചാവും മദ്യവും കടത്തുന്നത് വ്യാപകമായിരിക്കുകയാണിപ്പോൾ. പോയ വാരം പിടികൂടിയത് 3.5 കിലോ കഞ്ചാവായിരുന്നു. ബേക്കൽ സ്വദേശി ഇബ്രാഹിം ഖലീൽ, ബേഡകം സ്വദേശി അസീസ് എന്നിവരെയാണ് കാസർഗോഡ് പോലീസ് പിടികൂടിയത്. കാറിൽ കടത്തുകയായിരുന്നു കഞ്ചാവ്. വിദേശത്തേക്ക് കടത്താനായി കൊണ്ടുപോവുകയായിരുന്നു 3.5 കിലോയോളം വരുന്ന കഞ്ചാവ്. ലക്ഷക്കണക്കിന് രൂപയാണ് വിദേശത്തെത്തിയാൽ ഇതിന് ലഭിക്കുന്നത്. പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപം വെച്ചാണ് ഇവരെ പിടികൂടിയത്. അടുത്ത കാലത്തായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവ് അടക്കമുള്ള നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ വെച്ച് 3 മാസത്തിനിടെ പിടികൂടിയ പാൻ മസാലകളുടെ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. കർണാടക RTC ബസ്സുകളിലൂടെയാണ് ഇവ ജില്ലയിലെത്തിക്കുന്നത്. കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ മുമ്പും കഞ്ചാവ് വിദേശത്തേക്ക് കടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാഹന പരിശോധന നടത്തിയത്. മംഗലാപുരം എയർപോർട്ട് വഴി കടത്താനായിരുന്നു ഇവരുടെ ശ്രമം. കഞ്ചാവ് കടത്തുന്ന ടീമിൽ 3 പേരുണ്ടായിരുന്നുവെങ്കിലും 2 പേരെ മാത്രമേ പിടികൂടാനായുള്ളൂ. ബണ്ടിച്ചാലിലെ ഉമ്മർ ഫറൂഖ് ഓടി രക്ഷപ്പെട്ടു. ഫറൂഖിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കാറിൽ കഞ്ചാവ് കൊണ്ടുവരുന്നുള്ള രഹസ്യ വിവരം കിട്ടിയിട്ടാണ് ഇന്നലെ പോലീസ് പരിശോധന നടത്തിയത്. ഇന്നലെ വൈകുന്നേരം 6:30 ആണ് ഈ വാർത്ത അല്ലെങ്കിൽ ഈ വിവരം കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രരി ജംഗ്ഷനിൽ കാറ് തടഞ്ഞു നിർത്തുകയും അതിൽ ഉണ്ടായിരുന്ന 3 ആളുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. 2 പേരെ ഇന്നലെ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓടി രക്ഷപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 3.5 കിലോയോളം കഞ്ചാവാണ് കാറിൽ നിന്ന് കിട്ടിയത്. ഇത് ഗൾഫിലേക്ക് കടത്തുന്നതിന് വേണ്ടി കൊണ്ടുപോയതാണ്. അത് നിരവധി തവണ ഇതേ സംഘം ഗൾഫിലേക്ക് കടത്തുന്നതായിട്ട് നമുക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് പ്രിൻസിപ്പൽ SI രഞ്ജിത്ത് രവീന്ദ്രൻ, വിദ്യാനഗർ SI P അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത്. മംഗലാപുരം വിമാനത്താവളത്തിൽ നിന്ന് രാത്രി 11:30 ജെറ്റ് എയർവേയിൽ കൊണ്ടുപോകാനാണ് കഞ്ചാവ് കടത്തിയതെന്ന് അറസ്റ്റിലായവർ അറിയിച്ചു. ആരുമറിയാതെ കിണ്ടൽ കണക്കിന് ലഹരികൾ കടന്നു പോകുമ്പോൾ പേരിനു വേണ്ടി മാത്രം ചിലത് പിടിക്കുന്നു. സാഡിസം എന്നത് ഒരു വാക്ക് മാത്രമല്ല, ഒരു വികാരം കൂടിയാണ്. മറ്റുള്ളവന്റെ ദുഃഖത്തിൽ സന്തോഷിക്കാൻ കഴിയുക എന്ന വല്ലാത്തൊരു വികാരം. മൊഗ്രാൽ പുത്തൂരിൽ റെയിൽവേ ട്രാക്കിന്റെ ക്ലിപ്പുകൾ ഊരിമാറ്റിയത് എന്തിനായിരിക്കുമെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ വലിയ അപകടം അവിടെ സംഭവിച്ചേനെ.
മൊഗ്രാൽ പുത്തൂർ പന്നിക്കുന്നിന് സമീപവും മൊഗ്രാൽ കടവിന് സമീപവും റെയിൽവേ ട്രാക്കിലെ ഇലാസ്റ്റിക് ക്ലിപ്പുകളാണ് ഊരിമാറ്റിയത്. ജൂലൈ 22-ന് വൈകിട്ടാണ് മൊഗ്രാൽ പുത്തൂരിന് സമീപം പന്നിക്കുന്ന് റെയിൽവേ ട്രാക്കിൽ 6 ഇലാസ്റ്റിക് ക്ലിപ്പുകൾ ഊരിമാറ്റിയ നിലയിൽ കണ്ടത്. റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരാതിയിൽ കാസർഗോഡ് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ ഇതിന് 2 കിലോമീറ്ററോളം അകലെയുള്ള മൊഗ്രാൽ കടവിന് സമീപവും സമാന രീതിയിലുള്ള സംഭവം അരങ്ങേറിയത്. ജൂലൈ 26-നാണ് ഈ സംഭവം നടന്നത്. 6 ക്ലിപ്പുകൾ തന്നെയാണ് ഇവിടെയും ഊരിമാറ്റിയത്. തീവണ്ടി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത്. സാമൂഹ്യദ്രോഹികളായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നും സംശയിക്കുന്നുണ്ട്. വിജനമായ സ്ഥലമായതിനാൽ ഈ ഭാഗത്ത് പോലീസിന്റെയും ജനങ്ങളുടെയും ശ്രദ്ധ പതിയുന്നില്ല. എന്തൊക്കെയായാലും ഇത്തരം സംഭവങ്ങൾ കണ്ടുപിടിച്ചേ മതിയാകൂ എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. എങ്ങനെയാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കാൻ കഴിയുന്നത്? വ്യാജന്മാരെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് നമ്മുടെ നാട്. എല്ലാ വ്യാജരേഖകളുടെയും ഉത്ഭവമായി നമ്മുടെ നാട് മാറുകയാണ്. കാഞ്ഞങ്ങാട്ടെ വ്യാജ പാസ്പോർട്ട് കേന്ദ്രത്തിലെ റെയ്ഡ് വലിയ ആശങ്കയാണ് ബാക്കിവെക്കുന്നത്. ട്രാവൽ ഏജൻസിയുടെ മറവിൽ കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ആളുകൾക്ക് വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ചു കൊടുക്കുന്ന കേന്ദ്രം കാഞ്ഞങ്ങാട്ട് കണ്ടെത്തി. മണിക്കൂറുകൾ നീണ്ട പരിശോധനയിൽ വ്യാജ പാസ്പോർട്ടുകളും കമ്പ്യൂട്ടറുകളും കൃത്രിമ സർട്ടിഫിക്കറ്റുകളും പിടിച്ചെടുത്തു. ഇതിനിടെ സ്ഥാപന നടത്തിപ്പുകാരൻ മുങ്ങുകയായിരുന്നു. കാഞ്ഞങ്ങാട്ടെ ന്യൂ വേൾഡ് ട്രാവൽ ഏജൻസിയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. നടത്തിപ്പുകാരൻ കൊളവയലിലെ അബ്ദുറഹ്മാനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. സ്ഥാപനം പോലീസ് പൂട്ടി സീൽ ചെയ്തു. ചന്ദേര സ്വദേശി യൂസഫിന്റെ പാസ്പോർട്ടിൽ പിതാവിന്റെ പേരു ചേർക്കാൻ നൽകിയ ഓൺലൈൻ അപേക്ഷയിന്മേൽ നടത്തിയ അന്വേഷണമാണ് കാഞ്ഞങ്ങാട്ടെ തട്ടിപ്പു കേന്ദ്രത്തിൽ എത്തിച്ചത്. ഈ അപേക്ഷയ്ക്കൊപ്പം യൂസഫിന്റെ വിദ്യാഭ്യാസ രേഖയുടെ പകർപ്പും നൽകിയിരുന്നു. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് കൃത്രിമമാണോ എന്ന സംശയമാണ് അന്വേഷണത്തിന് വഴിവെച്ചത്. ഈ സംശയം ശരിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് യൂസഫിനെ പിടികൂടി ചന്ദേര പോലീസ് ചോദ്യം ചെയ്തു. കാഞ്ഞങ്ങാട്ടെ ന്യൂ വേൾഡ് ട്രാവൽ ഏജൻസിയിൽ നിന്നാണ് പാസ്പോർട്ട് ഉണ്ടാക്കിയതെന്ന് യൂസഫ് മൊഴി നൽകുകയായിരുന്നു. 35 വ്യാജ പാസ്പോർട്ടുകൾ, നിരവധി കൃത്രിമ സർട്ടിഫിക്കറ്റുകൾ, അന്യസംസ്ഥാനക്കാരുടേതും കേരളത്തിലെ മറ്റ് ജില്ലക്കാരുടെയും തിരിച്ചറിയൽ കാർഡുകളും കണ്ടെത്തി. ഇതിൽ മിക്ക ആളുകളും മരിച്ചവരോ നാട്ടിലില്ലാത്തവരോ ആണെന്ന് തുടർന്നുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. IT ആക്ട് ഉൾപ്പെടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 6 വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ പിടിക്കാൻ ശക്തമായ അന്വേഷണം നടക്കുന്നതായി കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സുനിൽകുമാർ പറഞ്ഞു. നടപടികളൊക്കെ എന്തൊക്കെയോ സ്വാധീനങ്ങളിൽ അലിഞ്ഞില്ലാതാകുമ്പോൾ പാസ്പോർട്ട് കേന്ദ്രങ്ങൾ പിന്നെയും പിന്നെയും പിറവിയെടുക്കുന്നു. ലോകം ഹൈടെക്കായി മാറിയിട്ടും വൈദ്യുതി വെളിച്ചം എത്താത്ത വീടുകൾ ഇനിയും ഈ ഭൂമിയിൽ ബാക്കിയുണ്ട്. ഇരുട്ടിന്റെ ലോകത്ത് ജീവിക്കുന്ന അത്തരം പാവങ്ങൾക്ക് മുന്നിൽ ഇനി ആഹ്ലാദത്തിന്റെ വെളിച്ചമെത്തും. എല്ലാ വീട്ടിലും വൈദ്യുതി എന്ന KSEBയുടെ പുതിയ പദ്ധതി ഏറെ പ്രശംസ പിടിച്ചുപറ്റിക്കഴിഞ്ഞു. ഇനിയും വൈദ്യുതി എത്തിയിട്ടില്ലാത്ത വീടുകളിൽ കൂടി ആഹ്ലാദത്തിന്റെ വെളിച്ചമെത്തിക്കുക എന്ന ഊർജിത പദ്ധതിയാണ് KSEB നടപ്പാക്കുന്നത്. ഗ്രാമാന്തരങ്ങളിലും മറ്റ് ദിക്കുകളിലും വൈദ്യുതി പോലുമില്ലാതെ കഴിയുന്ന കുടുംബങ്ങളുടെ കണക്കെടുക്കാൻ പഞ്ചായത്തുകളോടും മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി ലഭിച്ചിട്ടില്ലാത്ത കുടുംബങ്ങൾ പഞ്ചായത്തുകൾ രജിസ്റ്റർ ചെയ്യണം. ഉപഭോക്താക്കളുടെ ലിസ്റ്റ് കിട്ടിയ ശേഷം എസ്റ്റിമേറ്റ് കണക്കാക്കും. 2017 പദ്ധതി പൂർത്തിയാക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേന്ദ്രൻ പറഞ്ഞു. കേരള സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് 100% ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. അതായത് ടോട്ടൽ ഇലക്ട്രിഫിക്കേഷൻ ഫേസ് 3 ആണ്. ഇതിൽ എല്ലാ വീട്ടിലേക്കും മാർച്ച് 2017 ആകുമ്പോഴും എല്ലാ വീട്ടിലേക്കും വൈദ്യുതി എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിൽ വൈദ്യുതി എത്താത്ത ഏതെങ്കിലും വീടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് സർവേ നടത്തുകയും അതിൻ്റെ ഒരു കണക്കെടുക്കുകയും ആ എല്ലാ വീട്ടിലേക്കും വൈദ്യുതി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇതിലെടുക്കുന്നത്. ഏതെങ്കിലും ഭാഗങ്ങളിൽ വൈദ്യുതി എത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സോളാർ സംവിധാനത്തിലൂടെ അവിടെയും വൈദ്യുതി എത്തിക്കാൻ സംവിധാനമൊരുക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൂട്ടിച്ചേർത്തു. നാട് ഏറെ പുരോഗതി നേടിയിട്ടും ഇന്നും വൈദ്യുതിയില്ലാത്ത വീടുകൾ ഉണ്ടാകുന്നത് ആശാവഹമല്ല. അതുകൊണ്ട് തന്നെ KSEBയുടെ പുതിയ പദ്ധതി പരക്കെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു നേരം വൈദ്യുതി മുടങ്ങുമ്പോൾ മനസ്സ് നിറയെ അസ്വസ്ഥത നിറയുന്ന മനുഷ്യരുടെ ഇതേ ലോകത്താണ് ഒരുപാട് പാവങ്ങൾ ഒരു ബൾബിന്റെ വെളിച്ചം പോലുമില്ലാതെ ജീവിക്കുന്നത്. ഭൂപടത്തിന് വലിപ്പം കൂട്ടാൻ മാത്രമുള്ള രേഖയായി മാറുകയാണ് നമ്മുടെ ജില്ല. അതിവേഗ റെയിൽപാതയുടെ സാധ്യതാ പഠനത്തിൽ നിന്ന്
ജില്ലയെ അവഗണിച്ച നടപടിക്കെതിരെ പ്രതിഷേധം കത്തുന്നുണ്ട്. ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധങ്ങൾ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. ജനകീയ കൂട്ടായ്മയും മുസ്ലിം ലീഗും സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ജില്ലയോടുള്ള അവഗണന തുടർക്കഥയായതോടെയാണ് സൈബർ ലോകം പ്രതിഷേധവുമായി വാളിലിറങ്ങിയത്. കാസർഗോഡ് കേരളത്തിലല്ലേ എന്ന മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയവർ ഒടുവിൽ പ്രതീകാത്മകമായി കാസർഗോഡിനെ സ്വതന്ത്ര സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സംസ്ഥാനം രൂപീകരിക്കുക മാത്രമല്ല, അനുബന്ധമായുള്ള ജില്ലകളും നിയമസഭാ മണ്ഡലങ്ങളും താലൂക്കുകളുമെല്ലാം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാനഗർ തന്നെയാണ് ആസ്ഥാന മന്ദിരം. 4 ജില്ലകളായി കാസർഗോഡ്, നീലേശ്വരം, മുള്ളേരിയ, മഞ്ചേശ്വരം എന്നിവയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കാഞ്ഞങ്ങാടും മഞ്ചേശ്വരവും കാസർഗോഡും ചെറുവത്തൂറും ബദിയടുക്കയും പുതിയ താലൂക്കുകളാണ്. കാസർഗോഡിനെയും കാഞ്ഞങ്ങാടിനെയും കോർപ്പറേഷനുകളാക്കിയപ്പോൾ ചെറുക്കള, ഉപ്പള, നീലേശ്വരം എന്നിവ നഗരസഭകളാണ്. പുതിയ നിയമസഭാ മണ്ഡലങ്ങളായി മഞ്ചേശ്വരം, ബദിയടുക്ക, കാസർഗോഡ്, മുളിയാർ, ഉദുമ, ആദൂർ, കാഞ്ഞങ്ങാട്, ബന്തെടുക്ക, തൃക്കരിപ്പൂർ, നീലേശ്വരം എന്നിവയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. 6 ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് പുറമെ ടൂറിസം കേന്ദ്രങ്ങളും നാഷണൽ ഹൈവേകളും എലിപ്പാടുകളുമെല്ലാം ഏതാണെന്നും സൈബർ ലോകം തീരുമാനിച്ചു കഴിഞ്ഞു. അതിവേഗ റെയിൽവേ പാതയിൽ കാസർഗോഡിനെ അവഗണിച്ചതോടെയാണ് വീണ്ടും പ്രതിഷേധത്തിന് വഴിയൊരുങ്ങിയത്. കാസർഗോഡിനൊരിടം എന്ന പേരിൽ പുതിയ ഗ്രൂപ്പുണ്ടാക്കി ഫേസ്ബുക്കിലും വാട്സപ്പിലും കാസർഗോഡൻ യുവത്വം പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. വൻ പ്രതികരണമാണ് ഇതിന് ലഭിക്കുന്നതെന്ന് ഇതിന്റെ പിന്നണി പ്രവർത്തകനായ KPS വിദ്യാനഗർ പറഞ്ഞു. കേരളത്തിന്റെ വടക്കേയറ്റമായ കാസർഗോഡ് ജില്ല നേരിടുന്ന അവഗണന ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽവേ പാതയിൽ നിന്നുകൂടി കാസർഗോഡിനെ തഴയുകയുണ്ടായി. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് തീർത്തും നിരാശാജനകവും പ്രതിഷേധാർഹവുമായ കാര്യമാണ്. കാസർഗോഡ് ജനങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനു പുറമെ സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തങ്ങളായ പ്രതിഷേധ വാചകങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പരശുരാമൻ ആ മഴു ഒന്നുകൂടി എറിയുമോ എന്ന് തുടങ്ങുന്ന സങ്കടപ്പറച്ചിൽ തൊട്ട് ഞങ്ങൾ സർക്കാരിന് നൽകുന്നത് നികുതി പണം തന്നെയാണ്, അല്ലാതെ ചക്കക്കുരുവല്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി പ്രതിഷേധത്തിൽ നിറയുന്നു. ചെറിയ തോതിൽ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തമായും ഏറ്റെടുത്തിരിക്കുകയാണ്. ഹാഷ്ടാഗും വ്യത്യസ്ത ഇമേജുകളുമായി ഫേസ്ബുക്ക് വാളുകളിൽ പ്രതിഷേധം നിറയുമ്പോൾ ഞാനും കാസർഗോട്ടുകാരനാണെന്നും ഞാനും നികുതി പണം നൽകുന്നുണ്ടെന്നുമുള്ള പോരാട്ടത്തിന് ദിനംപ്രതി പിന്തുണ ഏറുകയാണ്. ഇത് നീതീകരിക്കാനാവാത്ത അനീതിയാണെന്ന് പ്രവാസിയായ നിസാമുദ്ദീൻ അബ്ദുൽ ഖാദർ പറഞ്ഞു. നിരാശാജനകമാണ്. ഈ സാഹചര്യത്തിൽ സൈബർ ലോകത്ത് ഞങ്ങളുടെ സമരങ്ങൾ ശക്തമാക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇമെയിൽ അയച്ചും സോഷ്യൽ മീഡിയയിൽ സങ്കടം കോരിയിട്ടും കാസർഗോഡിന്റെ യുവത്വം സൈബർ ലോകത്ത് നടത്തുന്ന പോരാട്ടം നാൾക്കുനാൾ ശക്തമാവുകയാണ്. സോഷ്യൽ മീഡിയയുടെ വർത്തമാനകാലത്ത് കാസർഗോട്ടുകാർക്ക് ശബ്ദം ഇത്തിരി കൂടുതലാണെന്ന് അധികാരികൾ തിരിച്ചറിയുന്നുണ്ടാകും അല്ലേ? നാട് വളർന്നിട്ടും നഗരം വികസിച്ചിട്ടും വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടും നമ്മുടെ റോഡും പാർക്കിംഗ് സംവിധാനവും മാത്രം മാറുന്നില്ല. വികസനത്തെക്കുറിച്ച് വലിയ വായിൽ പറയുന്നവരൊന്നും നാട്ടിലെ ഗതാഗത കുരുക്കിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. സഹിച്ചുമടുത്ത ബസ്സുടമകൾ ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. ആഗസ്റ്റ് 1 മുതൽ ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ കയറില്ലെന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. നിത്യേന ഉണ്ടാകുന്ന ഗതാഗത തടസ്സം കാരണം യാത്രക്കാർക്ക് കൃത്യസമയത്ത് ലക്ഷ്യത്തിൽ എത്താനാവുന്നില്ല. തൊഴിലാളികൾക്ക് വാഹനമോടിക്കാനോ രോഗികളെയും കൊണ്ടുപോകുന്ന ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് പോകാനോ കഴിയുന്നില്ല. കൃത്യസമയത്ത് സർവീസ് നടത്തേണ്ട സ്വകാര്യ ബസ്സുകളിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ചെറുതല്ല. ദിവസവും മണിക്കൂറുകളോളം നഗരത്തിൽ ഗതാഗത തടസ്സമാണ് അനുഭവപ്പെടുന്നത്. ഇത് അവസാനിപ്പിക്കാൻ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. മുമ്പ് പലതവണ അധികൃതർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ഈ ഒരവസരത്തിലാണ് ഓഗസ്റ്റ് 1 മുതൽ ടൗൺ സർവീസ് ഒഴികെയുള്ള എല്ലാ ബസ്സുകളും പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത്. എന്നായിരിക്കും നമ്മുടെ നാട്ടിൽ നല്ലൊരു ട്രാഫിക് സംവിധാനവും സംസ്കാരവും ഉണ്ടാവുക? ഒടുവിൽ അച്ചാന്തുരുത്തി റോഡ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോഴെങ്കിലും കഴിഞ്ഞല്ലോ പണി. എത്ര കാലമായത്? 2015 ഡിസംബറിൽ പണി പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഉറപ്പു നൽകിയ കോട്ടപ്പുറം അച്ചാന്തുരുത്തി പാലം ജൂലൈ കഴിയാറായിട്ടും ഗതാഗതയോഗ്യമായിട്ടില്ല. കഴിഞ്ഞ ഇടതുമന്ത്രിസഭയുടെ കാലത്താണ് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി PJ ജോസഫ് പാലത്തിന് തറക്കല്ലിട്ടത്. 3 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാകുമെന്നായിരുന്നു അന്ന് നൽകിയ വാഗ്ദാനം. പക്ഷേ അതിനുശേഷം വന്ന മന്ത്രിസഭയുടെ കാലത്തും പാലം പൂർത്തിയായിട്ടില്ല. പാലം പണി തുടങ്ങിയിട്ട് 77 മാസങ്ങൾ പിന്നിടുന്നു. 22 കോടി രൂപയുടെ എസ്റ്റിമേറ്റിൽ കൊച്ചി ആസ്ഥാനമായുള്ള കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡാണ് ആദ്യം പ്രവൃത്തി ഏറ്റെടുത്തത്. തുടർന്ന് ഇവർ കൊച്ചിയിലെ മറ്റൊരു കമ്പനിക്ക് കൈമാറി. എന്നാൽ പ്രവൃത്തിയിൽ കാലതാമസം നേരിട്ടതിനാൽ ഇയാൾ മാറ്റുകയും
തുടർന്ന് പ്രവൃത്തി GM എഞ്ചിനീയേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ കരാറുകാരനെ ഇടയ്ക്കു മാറ്റേണ്ടി വന്നതും പുതിയ കരാറുകാരനെ ഏൽപ്പിച്ചതിൽ വന്ന സാങ്കേതികമായ കാലതാമസവുമാണ് പ്രധാനമായും നിർമ്മാണം വൈകാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ക്വാറി സമരം, പ്രതികൂല കാലാവസ്ഥയിൽ പുഴയിൽ പൈലിംഗ് ചെയ്യാനെടുത്ത അധിക സമയം എന്നിവയും വൈകാൻ കാരണമായി. ഇത്തരം കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചതിനു ശേഷം പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കാനാണ് സർക്കാർ തീരുമാനം. കോട്ടപ്പുറം അച്ചാന്തുരുത്തി റോഡ് പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ വൈകിയത് പരിശോധിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ പറഞ്ഞു. M. രാജഗോപാലൻ MLA ചോദ്യത്തിനും മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 60 മാസം പിന്നിട്ടിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത കോട്ടപ്പുറം അച്ചാന്തുരുത്തി പാലം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള അടിയന്തര നടപടികളെടുക്കുമെന്ന് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ G. സുധാകരൻ MLA എന്നുള്ള നിലയിൽ എന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഈ പാലം വർക്ക് ഏറ്റെടുത്തുള്ളത് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ്. ഈ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ അധികൃതരുമായി ബന്ധപ്പെട്ട് അടിയന്തരമായും ഈ വിഷയത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ നീക്കണമെന്ന അടിയന്തര നിർദ്ദേശം മന്ത്രി ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ PWD ബ്രിഡ്ജസ് വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് വരുന്ന ആളുകളിൽ ഇതിൻ്റെ പ്രതിവാര റിപ്പോർട്ട്, വർക്ക് പ്രോഗ്രസ്, അതുമായി ബന്ധപ്പെട്ട പ്രതിവാര റിപ്പോർട്ട് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നതിനും നിലവിലുള്ള പോരായ്മകളും ദുർബലതകളെല്ലാം തന്നെ പരിശോധിച്ച് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുമായിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ മന്ത്രി ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം ഈ മാസം അവസാനം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പ് എഞ്ചിനീയർമാർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ പാലം ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ ഇടപെടൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതേസമയം പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. മാസങ്ങൾക്കകം ഇത് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാകും. നിലവിലുള്ള നടപ്പാലം അപകടാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. പാലം യാഥാർത്ഥ്യമായാൽ നീലേശ്വരത്ത് നിന്നും പയ്യന്നൂരിലേക്കുള്ള ദൂരം 11 കിലോമീറ്റർ കുറയും. ഈ കരാറുകാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവര് ചില്ലറക്കാരല്ല കേട്ടോ. താരങ്ങൾ എല്ലാ രംഗത്തുമുണ്ട്. ആഫ്രിക്കയിൽ നിന്നെത്തിയ മിറാക്കിൾ ഫ്രൂട്ടാണ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ താരം. തേനൂറുന്ന പഴങ്ങൾക്കായി ചെടി കായ്ക്കുന്നതിന് കാത്തിരിക്കുകയാണ് നാട്. മിറാക്കിൾ ഫ്രൂട്ടിന്റെ ചെടി പിലിക്കോട് തോട്ടത്തിലെത്തിയിട്ട് വർഷം 3ആയി. പാകമാകുമ്പോൾ ചുവന്ന നിറമാകുന്ന പഴത്തിനു വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിരിക്കുകയാണ് പിലിക്കോട്ടെ കാർഷിക ഗവേഷണ കേന്ദ്രം അധികൃതർ. പഴം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞാലും തേനൂറുന്ന മധുരം വായിൽ തങ്ങി നിൽക്കും എന്നാണ് മിറാക്കിൾ പഴത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വീറ്റ് ബെറി എന്ന പേരിലും ഈ പഴം അറിയപ്പെടുന്നു. സപ്പോട്ട വിഭാഗത്തിൽപ്പെട്ട ഈ പഴത്തിന്റെ ശാസ്ത്രീയ നാമം സിൻസിപ്പലം ഡിൽസിഫിക്ക എന്നാണ്. കോഫി ബീൻ വലിപ്പമുള്ള പഴം വായിലിട്ട് അലിച്ച് കഴിച്ച ശേഷം പുളിയോ കയ്പോ ഉള്ളതായ ഒരു സാധനം കഴിച്ചാലും വായിലെ മധുരം പോവില്ലത്രേ. മിറാക്കിൾ എന്ന പ്രോട്ടീൻ അടങ്ങിയതിനാലാണ് രുചി വ്യത്യാസമറിയാത്ത ഈ ഗുണമെന്നും പറയപ്പെടുന്നു. ആഫ്രിക്കയിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് അടുത്ത കാലത്തായി പ്രചാരം സിദ്ധിച്ചു വരുന്ന ഒരു പഴവർഗ്ഗമാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് സിൻസിപ്പാലം ഫ്രൂട്ടിക്കോസം എന്നാണ്. ഇതിൻ്റെ ഗുണഗണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ ടേസ്റ്റാണ്. അതായത് നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മധുരം കുറേ കഴിഞ്ഞിട്ടും നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. ഇതിന് പല ഔഷധ ഗുണങ്ങളും ഉണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഈ ഡയബറ്റിക് പേഷ്യൻസിന് സാധാരണഗതിയിൽ മധുരം കഴിക്കാൻ പറ്റാത്ത കാരണം ഇതിൻ്റെ മധുരം ആവശ്യമുള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നാക്കിൽ മധുരം അനുഭവപ്പെടുന്നതാണ്. ഇത് കൂടാതെ ഈ കീമോതെറാപ്പി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന്, റേഡിയേഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കയ്പ് തോന്നുന്നതാണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ടും ഇത് ഉപകരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കീമോതെറാപ്പി കഴിഞ്ഞവർക്ക് ഭക്ഷണം രുചിയോടെ കഴിക്കാൻ സഹായമാണിത്. ഡയബറ്റിക്സ് രോഗികൾക്ക് ഇതിലെ പ്രോട്ടീൻ ഗുണം ചെയ്യുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
എന്തായാലും അതൊരു മിറാക്കിൾ തന്നെയായി മാറട്ടെ. കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമായിരിക്കും. ആക്ഷൻ കമ്മിറ്റി ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനം ശക്തമാക്കുകയാണ്. ഉത്തര കേരളത്തിന്റെയും ദക്ഷിണ കന്നഡയുടെയും സ്വപ്ന പദ്ധതിയായ കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ റെയിൽപാത പദ്ധതിയുടെ പകുതി വിഹിതം വഹിക്കാൻ തത്വത്തിൽ അംഗീകരിച്ച കേരള സർക്കാരിന്റെ മാതൃക പിന്തുടരാൻ കർണാടക സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഇടതു ജനാധിപത്യ മുന്നണിയുടെ ആദ്യ ബജറ്റിൽ 20 കോടി രൂപ കാണിയൂർ റെയിൽപാതയ്ക്കായി നീക്കിവച്ചിരുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകാൻ കർണാടകയിലൂടെ കടന്നുപോകുന്ന പാതയുടെ പകുതി വിഹിതം കർണാടക സംസ്ഥാന സർക്കാരും വഹിക്കേണ്ടതുണ്ട്. കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് പദ്ധതിയുടെ പകുതി വിഹിതം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർമ്മസമിതി ഭാരവാഹികൾ ഓഗസ്റ്റ് 1 കർണാടക മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും കണ്ട് നിവേദനം നൽകാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽപാതയുടെ സർവേ മംഗലാപുരം വരെ നീട്ടുക, വ്യാപാരികൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഗതാഗത തടസ്സം വരുത്തുകയും ചെയ്യുന്ന രീതിയിൽ KSTP കാഞ്ഞങ്ങാട് നഗരത്തിൽ നടത്തിവരുന്ന ഓവുചാലിന്റെയും റോഡിന്റെയും നിർമ്മാണം കുറ്റമറ്റ രീതിയിൽ എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങളും യോഗത്തിൽ ഉന്നയിച്ചു. നഗരവികസന കർമ്മസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് കാണിയൂർ പാത ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സുള്യ, പഞ്ചായത്ത് പ്രസിഡന്റ് NA രാമചന്ദ്ര, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, ട്രഷറർ C. യൂസഫ് ഹാജി, അഡ്വക്കേറ്റ് MC ജോസ്, മടിക്കൈ കമാരൻ, സുള്യ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സുധാകർ റായ്, അൻവർ സുല്യ, രാധാകൃഷ്ണ റായ്, മഹേഷ് കുമാർ റായ്, AV രാമകൃഷ്ണൻ, T. മുഹമ്മദ് അസ്ലം, കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത്, A. ദാമോദരൻ, M. കുഞ്ഞികൃഷ്ണൻ, C. മുഹമ്മദ് കുഞ്ഞി, CA പീറ്റർ, M. വിനോദ്, MS പ്രദീപ്, ജോസ് കൊച്ചിക്കുന്നേൽ, EKK പടന്നക്കാട്, അജയ് കുമാർ നെല്ലിക്കാട്ട്, സൂര്യനാരായണ ഭട്ട്, MV ഭാസ്കരൻ, A. ഹമീദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. പ്രയത്നം ഫലം കാണട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഹൗസ് ബോട്ട് നീലേശ്വരം കൊയാമ്പുറത്ത് മഴയേറ്റ് നശിക്കുകയാണ്. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ബോട്ട് ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും. 4 വർഷം മുമ്പാണ് കോട്ടപ്പുറത്ത് ഹൗസ് ബോട്ടിംഗ് സർവീസിന് BRDC തുടക്കമിടുന്നത്. വിനോദസഞ്ചാരത്തിനെത്തുന്ന സഞ്ചാരികൾക്ക് ഹൗസ് ബോട്ടിംഗ് യാത്ര പുത്തൻ അനുഭവമാക്കാനായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ മാസങ്ങൾ മാത്രമേ ഹൗസ് ബോട്ടിംഗ് സർവീസ് നടത്തിയിട്ടുള്ളൂ. സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ ഹൗസ് ബോട്ടിംഗ് തുടങ്ങിയതോടെ BRDCയുടെ ഹൗസ് ബോട്ട് കട്ടപ്പുറത്തായി. അധികൃതർ തിരിഞ്ഞു നോക്കാതെ ചിതലരിക്കുന്ന ബോട്ട് കട്ടപ്പുറത്ത് സൂക്ഷിക്കാൻ ഇന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പാട്ടത്തിനെടുത്ത് വാടക നൽകി വരികയാണ്. 25 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഹൗസ് ബോട്ട് കോയമ്പുറം കുറ്റിക്കടവ് പുഴയോരത്ത് ദ്രവിക്കുകയാണ്. മഴയും വെയിലുമേറ്റ് ഇതിന്റെ മര ഉരുപ്പിടികളെല്ലാം ഭൂരിഭാഗവും നശിച്ചു കഴിഞ്ഞു. BRDC അധികൃതരുടെ കെടുകാര്യസ്ഥതയിൽ സർക്കാരിന്റെ ലക്ഷ്യങ്ങളാണ് ഇതുവഴി നഷ്ടമാകുന്നത്. ഹൗസ് ബോട്ട് സർവീസിനായി BRDC ഏർപ്പെടുത്തിയ അനുബന്ധ സൗകര്യങ്ങളും അനാഥമായ നിലയിലാണ്. നശിച്ചു പോകുന്ന പൊതുമുതലിനെ കുറിച്ച് അല്ലെങ്കിലും നമ്മൾ എന്തിന് വേവലാതിപ്പെടണം, അല്ലേ? ഗോസംരക്ഷണത്തിന്റെ പേരിൽ ദളിതർക്കു നേരെ നടക്കുന്ന അക്രമങ്ങൾക്ക് അറുതി വരുത്തണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ ആവശ്യപ്പെട്ടു. ഗുജറാത്ത്, ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ ദളിതർക്ക് നേരെ അരങ്ങേറുന്നത്. വിരലിലെണ്ണാവുന്ന ഇന്ത്യയിലെ ദേശീയ നേതാക്കളിൽ പ്രമുഖയായ മായാവതിയെ ലൈംഗിക തൊഴിലാളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിന്റെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ലെന്നും ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമീപകാലത്ത് അത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് BJPയുടെയും സംഘപരിവാര ശക്തികളുടെയും സഹായത്തോടുകൂടി നേരിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളോടുകൂടി അത് ജാതി മത ഭീകരതയായി ഇന്ത്യയിൽ വളർന്നിരിക്കുകയാണ്. ദലിതർക്കെതിരെയുള്ള ഈ ജാതിമത ഭീകരത ഈ രാജ്യത്ത് വൻ അരാജകത്വം ക്ഷണിച്ചു വരുത്തും. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ പ്രവർത്തന പരിപാടികൾ ഓഗസ്റ്റ് 13, 14 തീയതികളിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന നേതൃസംഗമം രൂപം നൽകുമെന്നും രാമഭദ്രൻ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ രാമഭദ്രനെ കൂടാതെ വിജയൻ C. കുട്ടമത്ത്, ആനന്ദ് മവാർ, അജലക്കാട് വസന്തൻ, M. കൃഷ്ണൻകുട്ടി, ബാബുരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു.
എന്തായാലും മനുഷ്യജീവനേക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും. വീക്ക്ലി ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.